സ്വാഗതം ടോപ് 10ലേക്ക്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ പരിസ്ഥിതിക്കും പ്രകൃതിക്കും ഒപ്പമെന്നാൽ മനുഷ്യനും ഭൂമിക്കും ഒപ്പമെന്നർത്ഥം. താൽക്കാലിക ലാഭങ്ങൾക്കായി മനുഷ്യൻ തന്നെ പ്രകൃതിയുടെ താളം തെറ്റിക്കുമ്പോൾ പ്രകൃതി പ്രതികൂലമായി, ഒരുപക്ഷെ അതിക്രൂരമായി പ്രതികരിക്കുന്നു. പലപ്പോഴായി മഴക്കാലങ്ങൾ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ദുരന്തങ്ങളുടെ നടുക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. ഭൂമിക്ക് മനുഷ്യരില്ലാതെയല്ല, മറിച്ച് മനുഷ്യന് ഭൂമിയില്ലാതെ ജീവിക്കാനാകില്ല എന്ന യാഥാർത്ഥ്യം എത്രയും വേഗം മനസ്സിലാക്കുന്നുവോ അത്രയും നല്ലത്. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴ മുന്നറിയിപ്പാണ്. ഈ രാത്രിയിലും സൂക്ഷിക്കുക, സുരക്ഷിതരായിരിക്കുക, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ജാഗ്രതയോടുകൂടി പാലിക്കുക. ടോപ് 10 ഹെഡ്ലൈൻസ്. വയനാട് കള്ളാടി ദുരന്തത്തിൽ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പാരിസ്ഥിതികാനുമതിയുടെ നിബന്ധനകൾ കമ്പനി ലംഘിച്ചോ എന്നും സാങ്കേതിക നിയമപരിശോധനയും നടത്തുമെന്നും അന്വേഷിക്കും. ദുരന്ത മേഖലയിലെത്തി മുഖ്യമന്ത്രി. ഒറ്റപ്പെട്ട അപകടമെന്നും വയനാട് മുഴുവൻ പ്രശ്നബാധിതമെന്ന് പ്രചരിപ്പിക്കരുതെന്നും വി.ഡി. സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകും. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട്. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരത്ത് 15 വീടുകൾ തകർന്നു. പാലക്കാടും കനത്ത മഴ. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മഴ തുടരുന്നു. മുംബൈയിൽ റെഡ് അലർട്ട്. ട്രെയിൻ ഗതാഗതം താറുമാറായി. കേരളത്തിലേക്കുള്ള ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. PSC ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. IG അജിതാ ബീഗം നേതൃത്വം നൽകും. പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് മുഖ്യമന്ത്രി. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ SIT റിപ്പോർട്ടിൽ തുടർ നടപടി വൈകുന്നതിൽ പോലീസിനെ പഴിചാരി ചെന്നിത്തല. അദാനിയുടെ ഓഹരി കൈമാറ്റത്തിൽ ആരോപണ പ്രത്യാരോപണവുമായി ഭരണപ്രതിപക്ഷം. ഓഹരി കൈമാറ്റം ഇടത് സർക്കാർ അറിഞ്ഞിരുന്നുവെന്ന് ദേശാഭിമാനി വാർത്ത ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി. മറ്റു പത്രങ്ങളിൽ നേരത്തെ വാർത്ത വന്നിരുന്നുവെന്ന് MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്ര ഡീൽ ഉറപ്പിക്കാനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. വിഴിഞ്ഞം കരാറിൽ തുടർ നീക്കമാരാഞ്ഞ് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഇനി ചർച്ചയ്ക്കില്ലെന്നും US പ്രസിഡന്റ്. പ്രഖ്യാപനം നാറ്റോ ഉച്ചകോടിയിൽ. ബഹ്റൈനിലും കുവൈറ്റിലും അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾ ആക്രമിച്ച ഇറാൻ. ഇന്ന് രാത്രി ഇറാനിൽ കനത്ത ആക്രമണം നടത്തുമെന്ന് ട്രംപ്. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. വിവാദ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യ കേസെടുത്തു. ഉത്തരവിറക്കിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി K. ബിജു വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകണം. ഗഗൻയാനിനായി പാരച്യൂട്ട് പരീക്ഷണം പൂർത്തിയാക്കി ISRO. കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരൂർ, പൊന്നാനി, ഇരിങ്ങാലക്കുട റൂട്ടിൽ പുതിയ പാതയ്ക്ക് റെയിൽവേ മന്ത്രാലയം അംഗീകാരം നൽകിയെന്ന് മന്ത്രി. പദ്ധതിക്കായി സംസ്ഥാനം ഭൂമി ഏറ്റെടുത്തു നൽകണമെന്നും കേന്ദ്രമന്ത്രി. കേരളത്തിലെ ദേശീയപാത വികസന പദ്ധതികൾക്ക് 2039 കോടി രൂപ കേന്ദ്രം അനുവദിച്ചുവെന്ന് മന്ത്രി PK ബഷീർ. ലോകകപ്പ് ഫുട്ബോളിൽ ഇനി ക്വാർട്ടറാവേശം. ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. മത്സരം നാളെ രാത്രി 1:30 മുതൽ. അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം ഞായറാഴ്ച രാവിലെ. അർജന്റീനയ്ക്കെതിരായ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ റഫറിക്കെതിരെ പരാതി നൽകി ഈജിപ്ത്. മനുഷ്യ വന്യമൃഗ സംഘർഷം അവസാനിപ്പിക്കാൻ പ്രത്യേക പദ്ധതി ഉൾപ്പെടെ 13 ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിച്ച വനമന്ത്രി. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുക 21 ലക്ഷമാക്കുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. സ്റ്റോറി ഓഫ് ദ ഡേ. പാലയൂർ പള്ളിയുടെ കുഞ്ഞൻ പതിപ്പ്.
വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. വയനാട് മണ്ണിടിച്ചിലിൽ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. സാങ്കേതിക നിയമ പരിശോധനയും പാരിസ്ഥിതിക അനുമതിയുടെ നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതും അന്വേഷിക്കും. 2 അന്വേഷണങ്ങൾക്കും ശേഷമേ തുരങ്കപാത നിർമ്മാണം വീണ്ടും ആരംഭിക്കുകയുള്ളൂ. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം സർക്കാർ പ്രഖ്യാപിച്ചു. വയനാട് ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിൽ സമഗ്ര അന്വേഷണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാങ്കേതിക നിയമ പരിശോധന നടത്തും. കേന്ദ്രം പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതും അന്വേഷിക്കും. ഈ 2 അന്വേഷണങ്ങളുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ തുരങ്കപാത നിർമ്മാണം തുടരുകയുള്ളൂ. മണ്ണ് നീക്കം ചെയ്യാത്തതിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ ദുരന്തം ഒറ്റപ്പെട്ട സംഭവമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വയനാട് മൊത്തം ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് പ്രചരിപ്പിക്കരുതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കാണാത്തവരെ കണ്ടെത്തുക പ്രഥമ ലക്ഷ്യമെന്നും പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുവരെ ഈ ദുരന്തത്തിൽ മരണമടഞ്ഞത് 3 പേരാണ്. ഇനി മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ കണ്ടുകിട്ടാനുള്ളവർ 5 പേരാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നവർ 10 പേരിൽ 3 പേരെ ഡിസ്ചാർജ് ചെയ്തു. 4 പേര് വാർഡിലുണ്ട്. 3 പേര് ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് NDRFന്റെ 60 അംഗ ടീമും 250ഓളം വരുന്ന ഫയർഫോഴ്സും ബാക്കി പോലീസ് സേനയെ ഒരുമിച്ച് നടത്തുന്ന റെസ്ക്യൂ ഓപ്പറേഷൻസാണ്. വളരെ മോശമായ സാഹചര്യം നിലനിൽക്കുന്ന അപകട സാധ്യതയുള്ള പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി പരിശോധിച്ച് ഈ എവിടെയെങ്കിലും ഇത്തരം പ്രദേശങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിലിൽ നിരാശയാണ്. തൊഴിലാളികളായ 5 പേരിൽ ആരെയും കണ്ടെത്താനായില്ല. NDRF സംഘം 4 സോണുകളായി തിരിഞ്ഞായിരുന്നു ഇന്നത്തെ പരിശോധന. നാളെ മുതൽ ദൌത്യസംഘം വിപുലീകരിച്ച തിരച്ചിൽ നടത്താനാണ് തീരുമാനം. വയനാട്ടിലെത്തിയ മുഖ്യമന്ത്രി ചികിത്സയിൽ കഴിയുന്നവരെയും ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി. നിലവിൽ അപകടത്തിൽപ്പെട്ട 2 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നാളെ രാവിലെ മണ്ണിടിച്ചിൽ പ്രദേശത്ത് എത്തും. വയനാട്ടിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നിപ്പോൾ ദുരന്ത സ്ഥലം സന്ദർശിച്ചു. നിർണായക യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നേരിട്ട് കണ്ട് വിലയിരുത്തി. മാത്രമല്ല, ഈ കാണാതായവർക്കായുള്ള തിരച്ചിൽ രാത്രി ഏറെ വൈകിയും തുടരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 മന്ത്രിമാർ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് ഈ തിരച്ചിൽ, ഈ അന്വേഷണത്തിനെല്ലാം ഏകോപനം ചെയ്യുന്നുമുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നത്തെ പരിശോധന ഒരു നിരാശയിലേക്കാണ് കലാശിച്ചത്. കാണാതായ 5 പേരിൽ ആരെയും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ പ്രദേശത്ത് എത്തിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്നത്തെ പരിശോധന മൺകൂനകൾ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നില്ല. സമീപത്തൊരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. ആ ഭാഗം കൂടി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. ഈ പുഴയുടെ ഇരുവശങ്ങളിലും കൂടുതൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗങ്ങളിൽ കൂടുതൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയുണ്ടാവും. കൂടാതെ കൂടുതൽ ദൌത്യ സന്നദ്ധ സേവന പ്രവർത്തകരെ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ പരിശോധന വിപുലീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദുരന്ത സ്ഥലത്തെത്തി കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരുന്നു. എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇത്തരത്തിൽ ജനപ്രതിനിധികളോട് നാട്ടുകാരോട് ഉൾപ്പെടെ ചോദിച്ചറിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ ചികിത്സയിൽ കഴിയുന്നവരുടെയും ക്യാമ്പുകളിൽ കഴിയുന്നവരെയും നേരിട്ട് കണ്ട് അവരുടെ ആശങ്കകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹം കളക്ടറേറ്റിൽ യോഗം വിളിച്ചു ചേർത്ത് അവലോകന യോഗം വിളിച്ചു ചേർത്തു. അതിനുശേഷം സുപ്രധാന തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
ഈ ദൌത്യ സംഘത്തെ വിപുലീകരിക്കുമെന്നാണ്. ഈ സാങ്കേതികപരമായും നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് ചെയ്യുമെന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സമഗ്രമായി പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സമിതിയെ ഉൾപ്പെടെ നിയോഗിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ദുരന്തമുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. എന്നിരുന്നാൽ പോലും ഇത് പർവ്വതീകരിച്ച് കാണിക്കുന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടാകരുത്. വയനാട് ജില്ലയിൽ ആകെ മൊത്തം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്ന തരത്തിൽ പ്രചരണം നടത്തരുത് എന്നുള്ള കാര്യവും അദ്ദേഹം മാധ്യമങ്ങളോടടക്കം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് കാണാതായവരെ കണ്ടെത്തുന്നതുവരെ ഈ തെരച്ചിൽ അവസാനിപ്പിക്കില്ല എന്നുള്ള കാര്യമാണ്. മാത്രവുമല്ല, ഈ അപകട സാധ്യത സ്ഥലത്ത് താമസിക്കുന്നവരെ അവർ തയ്യാറാണെങ്കിൽ അവരെ മുഴുവൻ പൂർണ്ണമായ രീതിയിൽ പുനരധിവസിപ്പിക്കും. അതിന് സർക്കാർ സജ്ജമാണ് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 2 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ DIG ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കാര്യക്ഷമമായ രീതിയിൽ തന്നെയാണ് ഈ തിരച്ചിൽ മുന്നോട്ട് പോകുന്നതെന്നാണ് യോഗം വിലയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ തിരച്ചിൽ നടത്താൻ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. സ്വപ്ന. വയനാട് കള്ളാടി ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ വൈകിയും തുടരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം നിരാശയാണ് ലഭിച്ചിരിക്കുന്നത്. 5 പേരെ അവരെ കണ്ടുകിട്ടുന്നവരെയും അവസാന നിമിഷം വരെയും ആ പ്രതീക്ഷ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ ഈ പരിക്കേറ്റ 2 പേരുടെ അവസ്ഥ അത് ഗുരുതരമായി തുടരും. എന്തായാലും വിപുലമായി തന്നെ ഈ സംഘം രൂപീകരിച്ച് തിരിച്ച് 4 സോണുകളൊക്കെ ആയി തിരിഞ്ഞാണ് ഇനിയിപ്പോൾ പരിശോധന തുടർന്ന് അങ്ങോട്ട് നാളെ അടക്കം മുന്നോട്ട് പോകുക. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസഫ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും മലപ്പുറം, കോഴിക്കോട്, വയനാട് ഈ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലൂടെ രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശമുണ്ട്. മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇതേ തുടർന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻപ് നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കോഴിക്കോട് ജില്ലയിൽ ക്വാറി ഖനന പ്രവർത്തനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങൾ, ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജലാശയങ്ങളിലേക്കുള്ള പ്രവേശനം കളക്ടർ നിരോധിച്ചു. അതേസമയം നാദാപുരത്ത് ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. വീടുകളും കെട്ടിടങ്ങളും ഇലക്ട്രിസിറ്റി പോസ്റ്റും തകർന്നു. തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, വാഴ, റബ്ബർ അടക്കം കടപുഴകി വീണ് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. കാലിക്കുളമ്പിൽ മാത്രം 3ഓളം വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പാറക്കടവിൽ തെങ്ങ് വീണ് 4 പോസ്റ്റുകളും തകർന്നു. ചാത്തമംഗലത്ത് ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കഴിഞ്ഞതോടെയാണ് മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയത്. വാഴകൃഷിയും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. പാലക്കാട് കണ്ണംകുണ്ട് പാലത്തിൽ വെള്ളം കയറി. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ബേപ്പൂരിൽ നിന്ന് കടലിലേക്ക് പോയ മാറാട് ബഹറുൽ ലിസാൻ എന്ന മത്സ്യബന്ധന ബോട്ട് രാവിലെയോടെ ശക്തമായ കാറ്റിൽപ്പെട്ടിരുന്നു. ബോട്ടിലുള്ള 50ഓളം തൊഴിലാളികൾ രക്ഷപ്പെട്ടു. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. വടക്കേന്ത്യയിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. അടുത്ത 24 മണിക്കൂർ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. മുംബൈയിൽ ഇന്നും റെഡ് അലർട്ടാണ്. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുന്നു. റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ട്രെയിൻ സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന മേഖലകളിലൂടെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കാനാണ് നിർദ്ദേശം. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് മേഖലകളിൽ ഇന്ന് രാവിലെ മുതൽ വീണ്ടും ശക്തമായ മഴ ലഭിച്ചു.
നിർത്താതെ പെയ്ത മഴ കടുത്ത ഉഷ്ണത്തിൽ നിന്ന് ആശ്വാസമായെങ്കിലും ഡൽഹി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശങ്ങളിൽ ദിവസങ്ങളായി ഇടവിട്ട അതിതീവ്ര മഴ തുടരുകയാണ്. പാൽഗർ, വസായ് മേഖലകളിലും ഗുജറാത്തിലെ നവ്സാരിയിലും റെയിൽവേ ട്രാക്കിലെ വെള്ളക്കെട്ട് റെയിൽ ഗതാഗതത്തെ ബാധിച്ചു. തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ് ഉൾപ്പെടെ കേരളത്തിലേക്കുള്ള ട്രെയിനുകളും വഴിതിരിച്ചു വിട്ടു. നിരവധി ട്രെയിനുകൾ 10 മുതൽ 18 മണിക്കൂർ വരെ വൈകി സർവീസ് നടത്തുന്നതായി റെയിൽവേ അറിയിച്ചു. മുംബൈ, അഹമ്മദാബാദ്, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ പ്രതികൂല കാലാവസ്ഥ വ്യോമഗതാഗതത്തെയും സാരമായി ബാധിച്ചു. മുംബൈയിൽ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ്. അടുത്ത 7 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പ്രശ്നം പരിഹരിച്ചു വരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭിക്കുന്നത് ഗുണമായി. കടം വാങ്ങിയ വൈദ്യുതി തിരികെ നൽകിയെന്നും വീണ്ടും വാങ്ങുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രയാസം പരിഹരിച്ചു വരികയാണ്. നമ്മൾ എല്ലാ മാർഗങ്ങളും നോക്കുന്നുണ്ട്. മഴ കിട്ടിയതുകൊണ്ടുള്ള ചെറിയൊരു ആശ്വാസമുണ്ട്. എന്നാൽ നമുക്ക് കഴിഞ്ഞ ഇതേ ജൂലൈ മാസത്തിലുണ്ടായിരുന്ന അതിൻ്റെ 1/3 മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പകുതിയിൽ കുറവ് മാത്രമേ ഇപ്പോഴും നമ്മുടെ ജലസംഭരണികളിൽ വെള്ളമുള്ളൂ. എങ്കിലും പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങിയത് തിരികെ കൊടുക്കുന്നു, കൂടുതൽ വാങ്ങാൻ വേണ്ടി പരിശ്രമിക്കുന്നു. പ്രത്യേക കാര്യങ്ങൾ ചിലവുണ്ട്, അത് പരിഹരിച്ചു പോകും. PSC നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുക. PSC നിയമനത്തിൽ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. PSC നിയമന ക്രമക്കേടിൽ സമഗ്ര അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനം. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ഒരു SP-യും DYSP-യും ഉൾപ്പെടുന്ന സംഘമായിരിക്കും ക്രമക്കേട് പരിശോധിക്കുക. നിയമന രേഖകൾ വൈകാതെ പരിശോധിക്കും. PSC ചെയർമാൻ, ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരിൽ നിന്നും വിവരങ്ങൾ തേടും. പല നിയമനങ്ങളിലും ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു പരിശോധനയും അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തുന്നത് ശരിയല്ല. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യും. പക്ഷേ അന്വേഷിക്കും, അല്ലാതെ അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് PSC നിയമന ക്രമക്കേടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഏതായാലും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് PSCയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് വലിയ ഗുരുതരമായ തെറ്റാണ്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ, തൊഴിൽരഹിതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം PSCയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് PSCയെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ശക്തമായ നടപടികൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകും. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഉന്നത തസ്തികകളിലേക്ക് ഉൾപ്പെടെ നടത്തിയ പരീക്ഷയാണ് വിവാദമായത്. PSC ആഭ്യന്തര അന്വേഷണം നടത്തി തലയൂരാൻ ശ്രമിച്ചെങ്കിലും സർക്കാർ സമഗ്ര അന്വേഷണത്തിന് തീരുമാനമെടുക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ SIT റിപ്പോർട്ടിൽ തുടർ നടപടി വൈകുന്നതിൽ പോലീസിനെ പഴിചാരി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. DGP റിപ്പോർട്ട് കൈമാറാത്തതിൽ തനിക്കെന്ത് ചെയ്യാനാകുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് വൈകിപ്പിക്കുന്നത് എന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ജൂൺ 23-നാണ് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് സമർപ്പിച്ച 2 ആഴ്ച പിന്നിട്ടിട്ടും പോലീസ് ആസ്ഥാനത്ത് നിന്നും ആഭ്യന്തര സെക്രട്ടറിയുടെ അടുത്തേക്ക് അത് എത്തിയിട്ടില്ല. ആഭ്യന്തര വകുപ്പാണെങ്കിൽ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നുമില്ല. റിപ്പോർട്ട് ചോദിച്ചു വാങ്ങേണ്ട കാര്യമില്ലെന്ന് ആഭ്യന്തരമന്ത്രി. അതെന്തിനാ ഞാൻ ചോദിച്ചു വാങ്ങുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ പത്രലേഖകർ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഗവൺമെന്റ് സിസ്റ്റം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. DGPക്ക് റിപ്പോർട്ട് കിട്ടിയാൽ DGPയുടെ ഉത്തരവാദിത്വമാണത് എനിക്ക് തരിക. അത് അവർ പരിശോധിച്ച ശേഷം സർക്കാർ കൊടുക്കും. എനിക്കല്ല തരുന്നത്, ഹോം സെക്രട്ടറിക്ക് കൊടുക്കും. ഹോം സെക്രട്ടറിയാണ് ആ കാര്യത്തിൽ മിനിസ്റ്റർക്ക് തരേണ്ടത്. ഇത് അറിയാൻ പാടില്ലാത്ത ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മന്ത്രി ചോദിച്ചു വാങ്ങിച്ചില്ല, അത് ശരിയല്ല. റിപ്പോർട്ടിലെ മെല്ലെപ്പോക്ക് അജിത് കുമാറിനെ സംരക്ഷിക്കാനാണെന്നാണ് വിമർശനം. DGP റാങ്കിലുള്ള നിതിൻ അഗർവാൾ ഈ മാസം 31-നാണ് വിരമിക്കുന്നത്.
ADGP-മാരിൽ സീനിയറായ അജിത് കുമാറാണ് പകരം DGP ആയി വരേണ്ടത്. ഏതെങ്കിലും നടപടി അജിത് കുമാറിനെതിരെ സ്വീകരിച്ചാൽ DGP ആകാനാകില്ല. അജിത് കുമാർ DGP റാങ്കിൽ എത്തുന്നതുവരെ റിപ്പോർട്ട് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 24 വർഷത്തിന് ശേഷം നിർണായക മാറ്റങ്ങളുടെ വിജിലൻസ് മാനുവൽ പരിഷ്കരിച്ച മാനുവൽ പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരായ കേസുകളിൽ 6 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന് പരിഷ്കരിച്ച മാനുവലിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രസേനയുടെ മാതൃകയിൽ പ്രത്യേക ജാക്കറ്റ് യൂണിഫോമായി വിജിലൻസ് ഉദ്യോഗസ്ഥർ ധരിക്കേണ്ടി വരും. 2002 മാനുവൽ അനുസരിച്ചായിരുന്നു വിജിലൻസിന്റെ പ്രവർത്തനം. കേസന്വേഷണത്തിലും ഉദ്യോഗസ്ഥ നിയമങ്ങളിലും അടക്കം വ്യാപകമായ പരാതികൾ ഉയർന്നതോടെ മാറ്റം അനിവാര്യമാണെന്ന് ആഭ്യന്തര വകുപ്പ് വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാനുവൽ പരിഷ്കരിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള കേസുകളിൽ ഇനി 6 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണം. നിലവിൽ 1 വർഷമായിരുന്നു സമയപരിധി. ഇതിലാണ് മാറ്റം വന്നിരിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കർശനമാക്കും. ബിനാമി ഇടപാടുകൾക്ക് കടിഞ്ഞാൺ ഇടാനുള്ള നടപടിയും പുതുക്കിയ മാനുവലിലുണ്ട്. കേരളത്തിലെ അഴിമതി തുടച്ചു നീക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ഡിപ്പാർട്ട്മെന്റാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ. അപ്പോൾ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇതിന് ഈ വിജിലൻസ് മാനുവലിൽ ഒരു ശാസ്ത്രീയമായ പരിഷ്കാരം അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഈ നടപടി ഉണ്ടായത്. 15 ഭാഗങ്ങളിൽ 14 ചാപ്റ്ററുകളായിട്ടാണ് നേരത്തെ വിജിലൻസ് മാനുവൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 5 ഭാഗങ്ങളിലായി ഏതാണ്ട് 29 ചാപ്റ്ററുകളായി ഇത് വിശദീകരിക്കുകയാണ്. PSC നിയമന ക്രമക്കേടിലെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തെ പരോക്ഷമായി രമേശ് ചെന്നിത്തല വിമർശിക്കുകയും ചെയ്തു. ആഭ്യന്തര വിജിലൻസ് സംവിധാനം കാര്യക്ഷമമാണോ എന്ന് സ്വയം പരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. മിന്നൽ പരിശോധനകളിൽ കാലോചിതമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാനും തീരുമാനമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞത്തിൽ അദാനിയുടെ ഓഹരി കൈമാറ്റത്തെ ചൊല്ലി ആരോപണ പ്രത്യാരോപണവുമായി ഭരണ പ്രതിപക്ഷങ്ങൾ. ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് LDF സർക്കാരിന് അറിയാമായിരുന്നുവെന്ന് ദേശാഭിമാനി പത്രവാർത്ത ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ആരോപിച്ചു. എന്നാൽ ദേശാഭിമാനിക്ക് മുൻപേ മറ്റ് പത്രങ്ങളിൽ ആ വാർത്ത വന്നിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരിച്ചടിച്ചു. മുഖ്യമന്ത്രി കള്ളക്കളി തുടരുകയാണെന്നും മംഗലാപുരം യാത്രയിൽ രാഹുൽ ഗാന്ധി പ്രതികരിക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. അതിനിടെ വിഴിഞ്ഞം കരാറിൽ തുടർ നീക്കം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. അദാനി പോർട്സിന്റെ 49% ഓഹരി MSC കമ്പനിക്ക് നൽകുന്നതിൽ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ഓഹരി കൈമാറ്റം നടന്നിട്ടില്ല എന്നും സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാനാകില്ല എന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. MSC കമ്പനിയുമായി അദാനി പോർട്സ് പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് നടത്തിയത്. സംസ്ഥാന താൽപര്യം സംരക്ഷിച്ചു മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ എന്നും ഇതിൽ വിശദമായ പരിശോധന നടത്തി എംപവേർഡ് കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. എന്നാൽ ഓഹരി കൈമാറ്റത്തിൽ തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുചോദ്യം ഇതാണ്. ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചു, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. ഒരു ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ വകുപ്പുകൾ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ, കാരണം ഈ പോർട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ LDF സർക്കാരിന് ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് അന്ന് പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി പത്രവാർത്ത ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ആരോപിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള, എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി MSC വരും. എന്നിട്ട് അതിൽ വേറെ വാർത്ത കൂടിയുണ്ട്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ജൂലൈ 1-ാം തീയതിയിലത്തെ വാർത്ത നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത ദിവസത്തെ ദേശാഭിമാനിയുടെ വാർത്ത. വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? 3 വകുപ്പുകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ താൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നും പാർട്ടി തന്നെയാണ് ധനകാര്യം ഏൽപ്പിച്ചതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. മുഖ്യമന്ത്രിയാകുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതിരുന്ന സമയത്ത് നടത്തിയ മംഗലാപുര യാത്രയെക്കുറിച്ചാണ് വിവാദമുണ്ടാക്കുന്നതെന്നും VD സതീശൻ പരിഹസിച്ചു. എന്നാൽ മുഖ്യമന്ത്രി കള്ളക്കളി തുടരുകയാണെന്നും മംഗലാപുര യാത്രയിൽ രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു.
ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് ദേശാഭിമാനിക്ക് മുമ്പ് മറ്റു പത്രങ്ങൾ വാർത്ത നൽകിയിരുന്നുവെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. അദാനിയുമായിട്ടുള്ള രഹസ്യ ഉടമ്പടികൾക്ക് ഇടനിലനിൽക്കുന്ന VD സതീശന്റെ നിലപാടിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണം എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം അദാനിയുടെ കള്ളക്കച്ചവടങ്ങളെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്ന രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. ബാംഗ്ലൂർ യാത്രയെ സംബന്ധിച്ചും ഇതേവരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡീൽ സംബന്ധിച്ചും ബാംഗ്ലൂർ യാത്ര സംബന്ധിച്ചും തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. ദേശാഭിമാനി വരുന്നതിന് മുമ്പ് മറ്റു പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കൃത്യതയോടുകൂടി തീയതി വെച്ച് പറഞ്ഞത്. ഇതിനിടെ വിഴിഞ്ഞം കരാറിൽ സർക്കാരിന്റെ തുടർനീക്കം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സർക്കാരിന്റെ മൗനം ദുരൂഹമെന്നും കത്തിൽ ആരോപിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖ കരാറിൽ ദേശാഭിമാനിയിലെ ലേഖനം CPMന്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. MSC കമ്പനിയെ മഹത്വവൽക്കരിച്ചത് ദേശാഭിമാനിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതെ, അത് വളരെ വ്യക്തമാണ്. അവർ തന്നെ ഉയർത്തിക്കാട്ടിയതാണ്. MSC കമ്പനി വരുന്നു എന്ന് അവർ തന്നെയാണ് വലിയ മഹത്വവൽക്കരിച്ചത്. പിന്നെ അവരതിനെ തള്ളി പറഞ്ഞു. അവരുടെ ഇരട്ടത്താപ്പാണ് അതിൽ നിന്ന് പ്രകടമാകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ന് രാത്രി ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ നേതൃത്വത്തെ കടുത്ത ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചത്. ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകി. ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുമെന്നും ഹോർമുസിൽ നിയന്ത്രണം കടുപ്പിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. അതിനിടെ ഹോർമുസിന് സമീപം അമേരിക്കൻ പടക്കപ്പലുകളുടെ പെട്രോളിംഗ് നടക്കുകയാണ്. 20 അമേരിക്കൻ കപ്പലുകളാണ് ഹോർമുസിന് സമീപം തമ്പടിച്ചിരിക്കുന്നത്. തുർക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്കിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നിലപാട് വ്യക്തമാക്കിയത്. അതിശക്തമായ ആക്രമണമുണ്ടാകുമെന്നും ഇറാൻ മര്യാദകെട്ടവരാണെന്നും ഇനിയൊരു ചർച്ചയ്ക്കോ കരാറിനോ താനില്ലെന്നും ട്രംപ് തുറന്നടിച്ചു. For instance, we'll have a meeting and we'll talk about the denuclearization of Iran, because that's what the war is. It's not a war, it's really the denuclearization of Iran. And we'll have a meeting and we'll talk about just that. That's because my whole thing is not about regime change. It's not about, although I think it's regime change when you knock out. ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയോടൊപ്പം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ട്രംപ് നിർണായക പ്രസ്താവന നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. They're liars, they're cheats, they're sick people. They've hurt their people. They killed 54,000 people as of now that were protesting. ഇറാൻ നയിക്കുന്നത് രോഗബാധിതരായ ആളുകളാണെന്നും അവരുമായി ചർച്ച നടത്തുന്നത് സമയനഷ്ടമാണെന്നും ട്രംപ് ആഞ്ഞടിച്ചു. ഇറാൻ നിരന്തരമായി കരാറുകൾ ലംഘിക്കുകയാണെന്നും അവരെ ആണവായുധം നിർമ്മിക്കാൻ ഒരിക്കലും താൻ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇനിയൊരു കരാറിന്റെ ആവശ്യമുണ്ടോ എന്ന് പോലും സംശയമാണ്. കരാറുകൾ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നേരിടാൻ അമേരിക്കയ്ക്ക് അറിയാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിൽ 3 വാണിജ്യ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതാണ് പുതിയ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതിന് തിരിച്ചടിയായി US സൈന്യം കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിലെ 80-ലധികം സൈനിക കേന്ദ്രങ്ങളിൽ അതിശക്തമായ ബോംബാക്രമണം നടത്തിയിരുന്നു. ഇതിനു മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാനും ആക്രമണം നടത്തി. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ മാസം ഒപ്പുവെച്ച 14 പേജുള്ള വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർന്നത്. സംഘർഷം കടുത്തതോടെ രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% വർദ്ധിച്ച് ബാരലിന് $78 ഹോർമുസിലെ സുരക്ഷ മുൻനിർത്തി 4-ലധികം ഭീമൻ എണ്ണക്കപ്പലുകൾ യാത്ര റദ്ദാക്കി മടങ്ങി. ആഗോള ഓഹരി വിപണികളിലും വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. മേഖല വീണ്ടും സംഘർഷഭരിതമാകുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വ്യവസായ വകുപ്പ് സെക്രട്ടറി K. ബിജു IASനെതിരെ കോടതിയലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി. കശുവണ്ടി അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതിക്കായി വിവാദ ഉത്തരവ് ഇറക്കിയതിനാണ് കോടതിയലക്ഷ്യ നടപടി. ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള കടന്നാക്രമണമെന്നും കോടതിയെ നാണം കെടുത്തുക എന്ന ഉദ്ദേശം നടപ്പാക്കിയുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പ്രതിയായ ആൾ വാർത്താസമ്മേളനം നടത്തിയതിലും ജസ്റ്റിസ് ബദറുദ്ദീൻ വിമർശനം ഉന്നയിച്ചു. INTUC സംസ്ഥാന അധ്യക്ഷനും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന R. ചന്ദ്രശേഖരൻ, കോർപ്പറേഷൻ MD ആയിരുന്ന K. A. രതീഷ് എന്നിവരാണ് CBI അന്വേഷിക്കുന്ന കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രതികൾ. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് VD സതീശൻ സർക്കാർ അനുമതി നൽകിയത്. പിണറായി സർക്കാർ നൽകാതിരുന്ന അനുമതിയാണ് പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ നൽകിയത്.
എന്നാൽ അനുമതി നൽകുമ്പോൾ ഉത്തരവിൽ പറഞ്ഞ കാര്യങ്ങളാണ് കോടതിയുടെ വിമർശനത്തിനും നടപടികൾക്കും വഴിവെച്ചത്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകുന്നുവെന്നായിരുന്നു ഉത്തരവിലെ പ്രധാനപ്പെട്ട ഭാഗം. വിവാദമായതോടെ പുതിയ ഉത്തരവ് കോടതിയിൽ നൽകിയെങ്കിലും ആദ്യ ഉത്തരവിൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഹൈക്കോടതി. ഉത്തരവ് നൽകിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു IAS-നെതിരെയാണ് നടപടി. വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകാൻ വ്യവസായ സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള കടന്നാക്രമണമാണ്. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാർ. പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർ തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ലെന്നാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ പറഞ്ഞത്. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പ്രതിക്ക് നൽകിയത് എന്തിനെന്ന് ചോദിച്ച കോടതി പ്രതി വാർത്താ സമ്മേളനം നടത്തി നീതിന്യായ വ്യവസ്ഥയെ ആക്രമിച്ചുവെന്നും വിമർശിച്ചു. കോടതിയെ നാണം കെടുത്തുക എന്ന ഉദ്ദേശം നടപ്പിലാക്കിയെന്നും എല്ലാ അനാവശ്യവും പറഞ്ഞിട്ടാണ് രണ്ടാം ഉത്തരവിലെ ഖേദപ്രകടനമെന്നും കോടതി കുറ്റപ്പെടുത്തുന്നു. മാപ്പപേക്ഷ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥന് കുറ്റാരോപണ മെമ്മോ നൽകിയിട്ടുണ്ട്. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ തോട്ടണ്ടി ഉൾപ്പെടെ ഇറക്കുമതി ചെയ്തതിൽ 500 കോടി രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് CBI കണ്ടെത്തിയിട്ടുള്ളത്. ആകെ 1400 കോടിയുടെ കരാറാണ് ഉണ്ടായിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ദിസ്മയും കശുവണ്ടി അഴിമതി കേസിലെ ഉത്തരവ് തെറ്റാണെന്ന് കണ്ട് അത് കോടതിയിൽ കൊടുത്തിട്ടില്ലല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. ഞങ്ങൾ കോടതിക്ക് കൊടുത്തില്ലല്ലോ, ആ ഉത്തരവ് കൊടുത്തില്ലല്ലോ, ആ ഉത്തരവിൽ തെറ്റുണ്ടെന്ന് കണ്ട് കോടതിയിൽ കൊടുത്തില്ലല്ലോ. അല്ലല്ല, കോടതിയിൽ കൊടുത്തില്ലല്ലോ. ഞങ്ങൾ അത് പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്ത് അതാണ് കോടതിയിൽ കൊടുത്തത്.